മാർക്സിസത്തിൻ്റെ ലേബലിൽ മതമൗലികവാദത്തിൻ്റെ വിഷമദ്യം വിൽക്കുന്ന ഒരു സൈദ്ധാന്തിക അബ്കാരിയാണ് KN കുഞ്ഞാമത് എന്ന് പണ്ട് അഭിപ്രായപ്പെട്ടത് എൻ്റെ സുഹൃത്തും കാലടി സർവകലാശാലയിലെ അധ്യാപകനുമായ ഷാജി ജേക്കബാണ്. ഷാജി ജേക്കബ് അത് പറഞ്ഞപ്പോൾ അല്പം ഒരു അത്യുക്തി അല്ലേ എന്നെനിക്ക് സംശയം തോന്നി. പക്ഷേ പിന്നീടുള്ള KNൻ്റെ ആ എഴുത്തും പ്രസംഗവും സംസാരവും ഒക്കെ ശ്രദ്ധിച്ചപ്പോൾ ഷാജി പറഞ്ഞത് അല്ലേ ശരി എന്നെനിക്ക് സംശയം തോന്നി. ഈ മാർക്സിസത്തിൻ്റെ വർഗസമരത്തെ ഇദ്ദേഹം കുറേശ്ശെ വർഗീയ സമരവുമായിട്ട് സമരസപ്പെടുത്തി മാർക്സിസത്തിൻ്റെ ആ ലേബലിൽ മൗദൂദിസം കുറേശ്ശെ ചിലവാക്കുകയും ചെയ്യാൻ തുടങ്ങി. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ പാർട്ടിക്കാർക്ക് തന്നെ മനസ്സിലായി PK പോക്കറും KN കുഞ്ഞാമതും യഥാർത്ഥത്തിൽ പോക്കറുകളാണ്. ഇവർ ഇടതുപക്ഷക്കാരെ വഴിതെറ്റിക്കുകയാണ്. ചില കരിസ്മാറ്റിക് പ്രസംഗകർ കത്തോലിക്കരെ കുറേശ്ശെയായിട്ട് പെന്തിക്കോസുകാരാക്കുന്ന പോലത്തെ പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് സഖാവ് ഗോവിന്ദൻ മാഷ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടില്ല, പുള്ളി സെക്രട്ടേറിയറ്റ് മെമ്പർ മാത്രമാണ്. സെക്രട്ടേറിയറ്റ് മെമ്പറും പ്രമുഖ താർക്കികനും ആ തത്വശാസ്ത്ര വിശാരദനുമായ ഗോവിന്ദൻ മാസ്റ്റർ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ ഈ സ്വത്തു രാഷ്ട്രീയത്തെ തള്ളി പറഞ്ഞുകൊണ്ടു KN ആദികളായിട്ടുള്ള ബുദ്ധിജീവികളെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും ഇവരെ സൂക്ഷിക്കണം എന്ന് പാർട്ടി സഖാക്കൾക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടും ഒരു ഗടാഗടിയൻ ലേഖനം എഴുതിയാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ഇന്ത്യ വിഷനിൽ വാരാന്ത്യം നടത്തിയിരുന്ന കാലത്താണ് ഈ സംഭവം. അന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അത് കഴിഞ്ഞു. ഗ്രാജുവലായിട്ട് KN കുഞ്ഞാമത് മാധ്യമം പത്രത്തിൻ്റെയും വാരികയുടെയും സ്ഥിരം എഴുത്തുകാരനായിട്ട് മാറും. നിരന്തരമായിട്ട് അവിടെ പുള്ളി ഗുജറാത്തിനെക്കുറിച്ച്, കണ്ടമാലിനെക്കുറിച്ച്, അഖില ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഖിന്നതകളെക്കുറിച്ച്, കഷ്ടതകളെക്കുറിച്ച്, കഷ്ടപ്പാടുകളെക്കുറിച്ച്, മർദ്ദക ഭരണത്തെക്കുറിച്ചൊക്കെ എഴുതി കുറേ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭരണം വന്നു 2014. അപ്പോൾ പുള്ളിക്ക് കോളായി. പിന്നെ ദിവസം ദൈനംദിന അടിസ്ഥാനത്തിൽ തന്നെ എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതി മുന്നേറുകയാണ്. ഇപ്പോൾ മാർക്സിസ്റ്റുകാർ പുള്ളിയെ പരമാവധി അകറ്റി നിർത്തിയിരിക്കുകയാണ്. വല്ലപ്പോഴും വല്ല സെമിനാറിനോ സിമ്പോസിയത്തിനൊക്കെ വിളിക്കും. EMSൻ്റെ ലോകം അല്ലെങ്കിൽ AKGയുടെ കോലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുമ്പോൾ കുഞ്ഞാമ്മനെ വിളിക്കും. കുഞ്ഞാമ്മ അവിടെ വന്നിട്ട് വീണ്ടും മൗദൂദിസം അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഇടയ്ക്ക് പുട്ടിന് പീര പോലെ AKG EMS കൃഷ്ണപിള്ള എന്നൊക്കെ പറയും. പിന്നെയും പുള്ളി മതമൗലികവാദത്തിൻ്റെ വിളമ്പും. അപ്പോൾ ഇങ്ങനെ ഒരു കലാപരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമീപകാലത്ത് കോഴിക്കോട്ടോ വടകരയിലോ മറ്റൊരു പരിപാടി നടക്കുമ്പോൾ ഇയാൾക്കൊക്കെ എന്തിനാണ് ഇനിയും നമ്മൾ സ്പേസ് കൊടുക്കുന്നത് ഏതോ DYFIക്കാരൻ CPMകാരനോ ചോദിച്ചു. ഇത് കേട്ട് കുഞ്ഞാമത് ആകെ കോപിച്ചു, ഉറഞ്ഞു തുള്ളി. അദ്ദേഹത്തിൻ്റെ ആട്ടുംതാടി പോലെയുള്ള താടിയിലെ രോമങ്ങളൊക്കെ ഇങ്ങനെ കുത്തനെ എഴുന്നേറ്റ്. പുള്ളി കോപാകുലനായിട്ട് പറഞ്ഞ ആളോട് ചോദിച്ചു, ഞാൻ മാർക്സിസവും മൗദൂദിസവും തമ്മിൽ സമരസപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന വർഗസമരവും വർഗീയ സമരവും താങ്കൾക്ക് മനസ്സിലാവുന്നില്ല എന്നോട് മനസ്സിലാക്കാനായിട്ട്. ഇത് കേട്ടപ്പോൾ ചോദിച്ചവൻ കിടുക്കിപ്പോയി. അയാൾ പറഞ്ഞു, അല്ല സഖാബിനെ ജിഹാദി കമ്മ്യൂണിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അത് കേട്ടപ്പോൾ കുഞ്ഞാമത് കോരിത്തരിച്ചു. പുള്ളിയുടെ മുഖത്തെ എല്ലാ പേശികളും അയഞ്ഞു. പുള്ളി മനോഹരമായിട്ട് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ജിഹാദി കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു അംഗീകാരമാണ്. കമ്മ്യൂണിസ്റ്റുകാരൻ ഒരേ സമയത്ത് ജിഹാദി ആയിരിക്കും. ജിഹാദി എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനുമായിരിക്കും. ഉദാഹരണത്തിന് ലോകത്തെ ഏറ്റവും വലിയ ജിഹാദികളായ ഒസാമ ബിൻ ലാഡനും മുല്ല ഓമറും അതുപോലെ തടിയൻ്റെ അവിടെ നസീറുമൊക്കെ വലിയ കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർ സ്ഥിതി സമത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. വാര്യകുന്നത്ത് കുഞ്ഞാമത് ഹാജിയെ കുറിച്ച് കേട്ടല്ലേ? പുള്ളി തക്ബീർ മുഴക്കിയ കേരള ചെഗുവേരയായിരുന്നു. ഇത് കേട്ട് ഈ ചോദ്യം ചോദിച്ചവർ മോഹാലസ്യമുണ്ടായി. പുള്ളി വേറെ പലത് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലത്തെ ഒരു തട്ട് അതിന് മുമ്പ് കേട്ടില്ല, അതിന് ശേഷവും കേട്ടില്ല. ഏതായാലും എൻ്റെ സുഹൃത്തും ഇന്ത്യ വിഷൻ്റെ പഴയ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ MP ബഷീർ ഈ സമീപ ദിവസങ്ങളിൽ KN സാറിനെ നേരിട്ട് കണ്ടു. KN സാർ എന്ന് പറഞ്ഞ ഇദ്ദേഹം ഫാറൂഖ് കോളേജിൽ നമ്മുടെ ബഷീറിനെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നേരിട്ട് കണ്ട് ഒരു ഗംഭീരമായി ഇൻ്റർവ്യൂ കൊടുത്തു. സത്യത്തിൽ ബഷീറിനെ എനിക്ക് പണ്ടും ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. പണ്ടും ബഹുമാനമാണ്, ഇപ്പോഴും ബഹുമാനമാണ്. പക്ഷേ ബഷീറിനോട് എനിക്ക് ഇത്ര ബഹുമാനം ഇതിന് മുമ്പ് തോന്നിയിട്ടില്ല. KN കുഞ്ഞാമത് എത്ര വലിയ ഫ്രോഡാണ് എന്ന് ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത്രയും വൃത്തിയായിട്ട് ബഷീർ എടുത്തിട്ടുണ്ട്. ബഷീർ നിസ്സാരമായ ചോദ്യങ്ങളെ ചോദിക്കുന്നു. ബഷീർ ഒരു ചിരി അടക്കി പിടിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഏതാണ്ട് ചിന്താ ജെറോമിൻ്റെ ചർച്ചയ്ക്ക് പോയപ്പോൾ ഞാൻ ചിരിക്കാൻ മുട്ടി വിഷമിച്ചു പോയ പോലെ ബഷീറിന് ചിരി വരുന്നുണ്ട്. മന്ദഹാസമാ മുഖത്തിങ്ങനെ തത്തി കളിക്കുന്നുണ്ട്. ചിരി പൊട്ടിപ്പോകുമ്പോൾ ഇത് നമ്മൾ പേടിക്കും. പക്ഷേ കുഞ്ഞാമത് ഇതൊന്നും അറിയുന്നില്ല. പുള്ളി വിരൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഭയങ്കര കാച്ചാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിക്കും. ഭയങ്കര രസമാണ്. നിങ്ങൾ കാണുന്നത് കുഞ്ഞാമത് എത്ര വലിയ ഫ്രോഡാണ്, എത്ര വലിയ മൗദൂദിസ്റ്റാണ്.
ഈ മാർസിസവും മൗദൂദിസവും തമ്മിൽ എങ്ങനെയാണ് പുള്ളി സമരസപ്പെടുത്താൻ ശ്രമിക്കുന്നത്, എങ്ങനെയാണ് പാവപ്പെട്ട നിഷ്കളങ്കരായ മനുഷ്യരെ പുള്ളി വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത്, എങ്ങനെയാണ് പുള്ളി മാസാമാസം കിട്ടുന്ന അണ്ടിപ്പരിപ്പിനും ഈന്തപ്പഴത്തിനും ബദലായിട്ട് അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിന്നോ ഖത്തറിൽ നിന്നോ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിയാലിന് പകരമായിട്ട് മാർസിസ്റ്റുകാരെ എങ്ങനെയാണ് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത്. ഇയാളെ എത്ര വലിയ വഞ്ചകനാണ് എന്നത് കണ്ട മനസ്സിലാവും. ഞാനതിനെപ്പറ്റി കൂടുതലും പറയുന്നില്ല. ഇത് കാണുന്ന എല്ലാവരോടും ആ 1 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള വീഡിയോ കാണാനായിട്ട് ഹൃദയപൂർവ്വം ശുപാർശ ചെയ്തു. ഇതുപോലുള്ള ഫ്രോഡുകളാണ് മാർസിസ്റ്റുകാരുടെ ബുദ്ധിജീവികളായിട്ട് ഇപ്പോഴും നടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതുപോലെയുള്ള എംബോക്കികളാണ്, ഇതുപോലുള്ള ഇരപ്പാളികളാണ് ഈ സൈദ്ധാന്തിക ബുദ്ധിജീവികളായിട്ട് നടക്കുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കും എത്ര വലിയ ഫ്രോഡാണ് ഇയാളെന്ന്. അത് കണ്ടാൽ മനസ്സിലാവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ സുഹൃത്ത് ഷാജി ജേക്കബിനോടും എൻ്റെ സുഹൃത്ത് MP ബഷീറിനോടും പണ്ടുണ്ടായിരുന്നേക്കാൾ കൂടുതൽ ബഹുമാനം എനിക്ക് ഇപ്പോൾ തോന്നുന്നു എന്ന് മാത്രം പറയുന്നു. KN കുഞ്ഞഹമ്മദ് ഇത്ര വലിയ സൈദ്ധാന്തിക അബ്കാരിയും, ഇയാളെ സൈദ്ധാന്തിക അബ്കാരി എന്ന് പറഞ്ഞാൽ പോരാ, MDMA അല്ല, ഹാഷീഷും അല്ല, കൊക്കൈനാണ് പുള്ളി വയ്ക്കുന്നത്. അത്ര ഭയങ്കര ഫ്രോഡാണ് എന്ന് മാത്രം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇനി ഇതിലെന്തെങ്കിലും മാനഹാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് കുഞ്ഞാമ്മനെ വെല്ലുവിളിച്ചുകൊണ്ടും എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.